الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകങ്ങളിലെയും റബ്ബായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖത്തിൽ എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അൽ അഖീദത്തു അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കഴിഞ്ഞ ഖുതുബയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതനായ ഇമാം ബർബഹാരിയുടെ ശറഹ് സുന്ന എന്ന കിതാബിൽ നിന്ന് 25ഓളം കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ പറയുകയും വിശദീകരിക്കുകയും ചെയ്തു. എന്തിനാണ് അങ്ങനൊരു അഖീദ നാം പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം ദീൻ മാത്രമാണ്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചിട്ടുള്ള 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ, അതിന് 83-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അഫഗൈറ ദീനില്ലാഹ്, അപ്പോൾ അല്ലാഹുവിൻ്റെ ഈ ദീനല്ലാത്ത മറ്റു വല്ല മതങ്ങളെയുമാണോ അവർ ആഗ്രഹിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹ, എന്നാൽ അവർ മനസ്സിലാക്കുക, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും, അഥവാ ആലമുൽ ഗൈബിലുള്ള മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, അർവാഹുകളാകട്ടെ, സ്വർഗ നരകങ്ങളാകട്ടെ, അതുപോലെ ആലമു ഷഹാദയിലുള്ള മനുഷ്യരുമായി ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്ന സകല ജീവജാലങ്ങളും, ചിവീടുകളും കൃമികീടങ്ങളുമാകട്ടെ, അവരെല്ലാം അസ്ലമ, അല്ലാഹു തആലയിൽ കീഴൊതുങ്ങിയവരാണ്, മുസ്ലിമീങ്ങളാണ്. ഒന്ന് തൗഅൻ വകർഹ, അഥവാ നിർബന്ധിതമായോ അല്ലെങ്കിൽ പിന്നെ അനുസരണയോടുകൂടിയോ അല്ലെങ്കിൽ നിർബന്ധിതമായോ, സ്വമേധയാലോ അല്ലാത്ത അവസ്ഥയിലോ എല്ലാവരും എന്താണ്? ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങപ്പെട്ടവരാണ്. വഇലൈഹി യുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. അപ്പോൾ ആ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് തീർച്ചയായും നമുക്കൊരു മടക്കയാത്രയുണ്ട് എന്നുള്ളത്
ഈ പകൽ വെളിച്ചം പോലെ നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണെങ്കിൽ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, ഈ ലോകത്തിനപ്പുറത്തൊരു ലോകം നമ്മെ കാത്തിരിക്കുന്ന ഒരു വിചാരണ നാൾ, ഒരു സ്വർഗനരകം അതുണ്ട് എങ്കിൽ അവിടെ നമുക്ക് വിജയിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ആ വിജയത്തിന് ആസ്പദമായിട്ടുള്ള ഇസ്ലാം മുന്നോട്ട് വെച്ച വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം അത് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ, പഠിച്ചേ തീരൂ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയേ തീരൂ. അത് ഇഷ്ടമുള്ളതുണ്ടാകാം, ഇഷ്ടമില്ലാത്തതുണ്ടാകാം, നമുക്ക് അരോചകമുള്ളതുണ്ടാകാം, താല്പര്യമുള്ളതുണ്ടാകാം. അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ആനന്ദമുള്ളതും ആളുകൾക്ക് പുളകമുള്ളതും പൊതുവെ ആളുകൾക്കിടയിലൊക്കെ ബുദ്ധിമുട്ടില്ലാത്തതുമായ വിഷയങ്ങൾ അങ്ങനെ പറയുക, അതങ്ങനെ പഠിപ്പിക്കുക എന്നത് മാത്രമായാൽ യഥാർത്ഥത്തിൽ നാളെ റബ്ബിൻ്റെ സന്നിധിയിൽ ദുൽമ കലർന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ സൽക്രമങ്ങളും എല്ലാ നന്മകളും തകർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്തിനല്ലാതെ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പം അടിസ്ഥാനപരമായി അല്ലാഹു തആലക്ക് കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ബാധ്യത. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്താശേഷിയുള്ള ഒരു അഖ്ല്, ഒരു ബുദ്ധി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇരുട്ടെന്താണ്, വെളിച്ചം എന്താണ്, നേരെന്താണ്, നെറുകേടെന്താണ്, ന്യായം എന്താണ്, അന്യായം എന്താണ്, ശരിയെന്താണ്, തെറ്റെന്താണ്, ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സവിശേഷ ഗുണമുള്ള ഒരു സൃഷ്ടിയാണ് അൽ ഇൻസാൻ, മനുഷ്യനെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെയും അതിലെ മറ്റു സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ പോയപ്പോൾ ആ വാർത്ത അല്ലാഹു മലക്കുകളോട് സംസാരിച്ചോ? ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആകാശഭൂമികളായ നമ്മളെക്കാൾ അതിസങ്കീർണമായ സൃഷ്ടിയാണ് ആര്? ആകാശം, അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, അൻതും അശദ്ദു ഖൽഖൻ മിനസ് അമിസ്സമാ ഉബനാഹാ, നിങ്ങളാണോ അതിസങ്കീർണമായ സൃഷ്ടി, അതല്ല ആകാശമാണോ? നമുക്കൊക്കെ അറിയാം മനുഷ്യരെക്കാൾ എത്രയോ സങ്കീർണമായ സൃഷ്ടിയാണ് ആകാശം. പക്ഷെ ആ ആകാശഗോളങ്ങളെ സംവിധാനിക്കുമ്പോൾ ഞാനിത് ആകാശത്തെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മറ്റു ഗാലക്സികളെയും പടക്കാൻ പോകുന്നു എന്ന ഒരു കൗതുക വാർത്ത, അത്ഭുത വാർത്ത അല്ലാഹു തആല അവൻ്റെ ദർബാറിലെ മലായിക്കത്തുകളോട് പറഞ്ഞതായി ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒരായത്തിന് കാണിച്ചോ? ഇല്ല. എന്നാൽ പ്രസവിച്ചാൽ വാവിട്ട് കരയാനും ഉമ്മ നൽകുന്ന അമ്മിഞ്ഞപ്പാൽ ചപ്പിക്കുടിക്കാനും മാത്രം കഴിയുന്ന അതീവ ദുർബലനായ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോയപ്പോൾ ആ വാർത്ത റബ്ബ് സുബ്ഹാനഹു വ തആല ആലമുൽ ഗൈബിലുള്ള അവന്റെ ദർബാറിലുള്ള മലായികത്തോട് പറഞ്ഞു എന്ന് ഖുർആൻ, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, മലക്കുകളെ ഞാനിതാ ഈ ഭൂമിയിൽ എൻ്റെ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചില്ലറക്കാരല്ല. നമ്മുടെ സൃഷ്ടിപ്പിനും വ്യക്തമായ അസ്തിത്വമുണ്ട്, വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ തിരിച്ചറിയാനുള്ള അഖ്ല് അല്ലാഹു തആല നൽകിയിട്ട് ആ അഖ്ലിനെ ഉപയോഗപ്പെടുത്താതെ അല്ലാഹുവിൻ്റെ കോടതിയിൽ പോയി നിന്നാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിശ്ചയം, കേൾവി, കാഴ്ച, ഹൃദയം, ഇത് മൂന്നും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യത്തിന് വിധേയമാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വലാ തഖ്ഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്തൊരു വിഷയത്തിന്റെ പിന്നാലെ അന്തർദടിച്ചും പോകാൻ പാടില്ല. അപ്പോൾ അറിവ് വേണം. ആദ്യം അറിവുണ്ടാകേണ്ടത് ഏതിനെ പറ്റിയ? ദുനിയാവിലെയും അതിൻ്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെയും പറ്റിയല്ല. ദുനിയാവും അതിൻ്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളും നാം അനുഭവിച്ച് സഹോദരങ്ങളെ നുകർന്ന് പകർന്ന് ജീവിച്ചാൽ മരണം വരെയല്ലേ സാധിക്കുള്ളൂ, അല്ലേ? ഇനി മാരകമായൊരു തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചാൽ നല്ല വിശിഷ്ടമായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഗതിക്ക് ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ ദുനിയാവിൻ്റെ സകല സംരംഭങ്ങളും
നശിക്കുന്നതാണ്. മതാഅൽ ഖുറൂർ, വഞ്ചിക്കുന്ന വിഭവങ്ങളാണ്. നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കലാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ ലോകമുള്ളത്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, റബ്ബ് നിങ്ങളെ ക്ഷണിക്കുന്നത് ശാന്തിയുടെ സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അമ്പിയാക്കന്മാര് മുഴുവനും അങ്ങനെയാ ക്ഷണിച്ചത്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു പ്രവാചകൻ ജനസമൂഹത്തോട് പറയുകയാണ് എന്ത്? ഒരു ജനസമൂഹത്തോട് പറയുകയാണ് എന്ത്? ഞാനിതാ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു, നിങ്ങളാണെങ്കിൽ എന്നെ നരകത്തിലേക്ക് വിളിക്കുന്നു. അല്ലേ? അപ്പൊ സ്വർഗത്തിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. ആ വിളിയാളത്തിന് വേണ്ടി നാം കാത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഹൃദയം തുറന്നു വെച്ചിട്ടില്ലെങ്കിൽ, നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ നഷ്ടക്കാരായി പോകും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ മറ്റു ചരാചരങ്ങൾ അവർ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും ശേഷിയുള്ള, അഥവാ തക്ഫീറുള്ള, അതേപോലെ തന്നെ അഖലുള്ള നഖലുള്ള ഈ ജീവികളായ മനുഷ്യരായ ആളുകൾ അവർ അള്ളാഹുവിനെ അവഗണിച്ച് കളയാണ്. റബ്ബിനെ കുറിച്ച് അവർ പഠിക്കുന്നില്ല, പരലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, ആ റസൂൽ കൊണ്ടുവന്ന ദീനിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. എന്നാൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മുഅ്മിനീങ്ങളെ. എന്ത്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഉരുണ്ടു വീഴുന്ന പാറകൾ എന്തുണ്ട്? ഈ ഭൂമിയിലുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പറയാണ് 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 74-ാമത്തെ ആയത്ത്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വാ. അല്ലാഹ് മനുഷ്യനെ ഉപമിക്കുകയാണ് എന്ത്? സുമ്മ ഖസത് ഖുലൂബുഹും, സുമ്മ ഖസത് ഖുലൂബുകും, പിന്നീട് അവന്റെ ഹൃദയങ്ങൾ ഉറച്ചുപോയി. ആ മനുഷ്യന്റെ ഹൃദയങ്ങൾ പിന്നീട് ഉറച്ചുപോയി. ഏതാണ് ഈ പിന്നീട് എന്ന് പറഞ്ഞത്? സുമ്മ ഇന്നഹ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലുഫ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നല്ലൊരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരു ചീത്ത കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വാ. അവർ ഒരു ഉറച്ച പാറ പോലെ, ഒരു തണുപ്പുമില്ലാത്ത, വെറും ചൂടുള്ള, ഉശിരനായ, പരുക്കനായ, ഒരു ഉറവ പോലും പൊട്ടാത്ത, ഒരു നല്ല സ്പന്ദനങ്ങളില്ലാത്ത, നല്ല ഒരു സ്വഭാവമില്ലാത്ത ഒരു ഉറച്ച പാറ പോലെ അവര് മാറിപ്പോയി മനുഷ്യന്മാര്. എന്നിട്ട് അല്ലാഹു തആല അള്ളാന്റെ സൃഷ്ടിയിൽപ്പെട്ട ഈ മറ്റു പാറകളെ പറ്റി പറയാണ്. എന്താ കേട്ടോളൂ. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. എന്നാൽ ചില പാറകളുണ്ട്, ആ പാറകളിൽ നിന്ന് ശുദ്ധമായ വെള്ളം ഇങ്ങനെ അരുവികളായി അരുവികളായി ഒഴുകിപ്പോകുന്നതാണ്. അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ പലയിടത്തും യാത്ര പോകുമ്പോൾ അതുപോലെ തന്നെയുള്ള പിന്നെ ചാനലുകളിലൂടെയൊക്കെ നമുക്ക് അത്തരത്തിലുള്ള സംഗതികളൊക്കെ കാണാൻ പറ്റും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാറക്കെട്ടുകളിൽ നിന്ന് ശുദ്ധമായ അരുവികൾ ഒഴുകുന്നു. അല്ലാഹ് പറയാണ്, കടുത്ത പാറയെ പോലെയായ മനുഷ്യൻ, എന്നാൽ ചില പാറകൾ അരുവികൾ ഒഴുകുന്നു. പിന്നെ അല്ലാഹു പറയുന്നു, വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. എന്നാൽ അതുപോലെ തന്നെ ചില പാറകളിൽ നിന്ന് വലിയ വെള്ളച്ചാട്ടത്തിലൂടെ പുഴകൾ വരെ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ അരുവികൾ ഒഴുകുന്ന പാറ, വലിയ പുഴകൾ ഒഴുകുന്ന പാറ. വീണ്ടും അല്ലാഹ് പറയാണ്, ലമാ യഹബിതു മിൻ ഖശിയത്തില്ലാ. എന്നാൽ ചില പാറകൾ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട്, ഹൃദയം ഇങ്ങനെ പേടിച്ച് വിതുമ്പുന്ന പോലെ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ഉയരങ്ങളിൽ താഴേക്ക് ഉരുണ്ടു വീഴുന്ന പാറകളുമുണ്ട്. അല്ലാഹനെ ഭയപ്പെട്ടിട്ട് അതിന് സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ഹിസാബുണ്ടോ? ആ പാറ വല്ല വിധുവിലക്കും ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്നിട്ട് പോലും ആ പാറ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഉരുണ്ടു വീഴുന്നു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. മനുഷ്യരെ, നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. അള്ളതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല. നമ്മളെ ഈ തിട്ടൂരങ്ങളും, നമ്മുടെ ഈ തെന്നിപ്പും, നമ്മുടെ ഈ ഡിസോർഡറായ ജീവിതവും, ഈ കേട്ടിട്ട് ഈ കാതിലൂടെ മറുകാതിലൂടെ വിട്ടുകളയുന്ന ഇതൊന്നും അല്ലാഹ് അറിയുന്നില്ല, കാണുന്നില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് നാം ഈമാനികമായി ജീവിക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നയുടെ അഖീദ നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
അതിൽ ഒന്നെന്താണ്? എന്നെ സൃഷ്ടിച്ച, എനിക്ക് വായു നൽകിയ, എനിക്ക് വെള്ളം നൽകിയ, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നൽകിയ ആ റബ്ബ് ആരാണ്? മഅരിഫത്തു അബ്ദു റബ്ബി, അടിമ തന്റെ അല്ലാഹനെ അറിയലാണ് ഏറ്റവും വലിയ ഇൽമ്. അതാണ് ഏറ്റവും വലിയ ഇൽമ്. അല്ലാതെ A²B² എന്നൊക്കെ പറയുന്ന ഈ ആധുനിക കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും അല്ല. അതൊന്നും ഇൽമല്ലാന്നോ, അതിനുവേണ്ടി പരിശ്രമിക്കണ്ടെന്നോ, ഒരു ജോലി കരസ്ഥമാക്കണ്ട എന്നോ ഒന്നും അതിനർത്ഥമല്ല. അതെല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്ന അറിവുകളാണ്. ബാക്കിയാവുന്ന അറിവ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന അറിവ്, അത് അള്ളാഹിനെ പറ്റിയും പരലോകത്തെ പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും പഠിക്കുന്ന അറിവാണ്. അതുകൊണ്ട് ഒന്നാമതായി നാം മനസ്സിലാക്കുക, എന്താണ് ഈമാൻ? എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ആകാശഭൂമികളുടെ റബ്ബിന് കീഴൊതുങ്ങുക എന്നതാണ്. കീഴൊതുങ്ങുക എന്നതാണ് ഈമാൻ. ആ ഈമാനാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 177-ാമത്തെ ആയത്തിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 178-ാമത്തെ ആയത്തിലൂടെയും അല്ലാഹു തആല പറയുന്നു. സൂറത്തുൽ ബഖറ ഓതാത്തവരാരാളുള്ളത്? റമദാനിൽ പല സമയങ്ങളിലും ഖുർആൻ ഖത്തം തീർക്കാൻ പല ആളുകൾക്ക് ഒഴിവുണ്ടാവില്ല. എന്നാലും പറഞ്ഞാൽ ബഖറ കംപ്ലീറ്റ് മതി. കാരണം ഏറ്റവും കൂടുതൽ ആയത്തുള്ള ദൈർഘ്യമേറിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ബഖറ. ആ ഒരൊറ്റ അധ്യായം മാത്രം പഠിച്ചാൽ മതി സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് ഇൽമുകൾ ഇസ്ലാമിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് കിട്ടും. പക്ഷെ ആരാണ് അതിന് തയ്യാറാകുന്നത്? അതുകൊണ്ട് നമ്മൾ ഖുതുബക്ക് വന്നിരിക്കുമ്പോഴെങ്കിലും ഞാനും നിങ്ങളും ഇതൊന്ന് കേൾക്കുക. അല്ലാഹു പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യൂന വആതൽ മാല അലാ ഹുബ്ബി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീന വബ്നസ് സബീൽ വസായിലീന വഫിർ റിഖാബി വഅഖാമസ് സ്വലാത വആതസ് സകാത വആതസ് സകാത والموفون بعهدهم إذا عهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായി ആ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഈമാൻ എന്താണെന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരാണ്. അപ്പോൾ എന്താണ് ഈമാൻ? ഇതിന് നമുക്ക് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പറയും, ഞാൻ അറബി കോളേജിൽ പോയിട്ടില്ല, ഞാൻ കിതാബ് ഓതിയിട്ടില്ല, ദർസ് പോയിട്ടില്ല, എനിക്ക് അറിയില്ല അല്ലേ? എന്നാൽ ഈ ഖുതുബയിൽ കേട്ട ഈ ഇൽമുകൾ സ്വീകരിച്ചാൽ സഹോദരങ്ങളെ, ഇത് നമ്മുടെ മൊബൈലിലുള്ള ഖുർആൻ്റെ ആപ്പാണ്. ഞങ്ങൾക്ക് ഓതിയത് ഈ ഖുർആൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിലാണ്. അതിന് വേറെ ശേഖന്മാരെ കിതാബൊന്നും കൊണ്ടുവന്ന് അർക്കത്തിട്ടൊന്നും വായിക്കാം. ഇത് നമുക്ക് ഖുർആൻ ഓതാൻ അറിയോ, അതിന് അർത്ഥം വായിക്കാൻ അറിയോ? ഇൻഷാ അല്ലാഹ് അത് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് ഈമാൻ. അല്ലാഹ് പറയാണ് കേട്ടോ, ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി. നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല ഈമാൻ. അതിൻ്റെ അർത്ഥം എന്താ? പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ നല്ല നിസ്കരിക്കണ്ടെന്നാണോ? അല്ല. കുറേ പള്ളിയിൽ വന്ന് കുറേ നിങ്ങൾ സുജൂദ് ചെയ്ത് ഖിബലക്ക് നേരെ തിരിഞ്ഞ് അങ്ങനെ നിങ്ങൾ മുഖത്തെ തിരിക്കുക എന്നത് മാത്രമല്ല ഈമാൻ. മറിച്ച് വലാകിന്നൽ ബിർറ, ഏറ്റവും നല്ല പുണ്യം ഏതാണ്? ഈമാൻ എന്താണ്? മൻ ആമന ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുക, അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കുക. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അശ്റഹുസ്സുന്ന എന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് കിതാബിൽ നിന്ന് 25 കാര്യങ്ങൾ അള്ളാഹിനെ പറ്റിയും സലഫി അഖീദ മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞാൽ എന്താ? അഹ്ലുസുന്ന വൽ ജമാഅയാണ്. മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലിഹീങ്ങളായ സസ്യരായ മുൻഗാമികളായ സഹാബത്ത് നീങ്ങിയ പാത എന്നാണ്. ചില നാട്ടിൽ നമ്മളെ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി എന്താണോ മൻഹജുസ് സലഫ് പറഞ്ഞാൽ അത് വഹാബികളാണ്, മുജാഹിദീങ്ങളാണ്. കാരണം സലഫ് സാലിഹീങ്ങൾ സലഫികൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പണ്ടൊരു പള്ളിയിൽ കുറച്ച് വിദ്യാർത്ഥികൾ മൻഹജ് സലഫൊക്കെ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് താല്പര്യപ്പെട്ടിട്ട് ഇന്നത്തെ വിജ്ഞാനവേദി വിഷയം മൻഹജ് സലഫ്. അപ്പോൾ അവിടെ കുറച്ച് പ്രായമുള്ള കാരണവന്മാരുണ്ട്. അത് ജനങ്ങൾക്ക് കേൾക്കാത്തൊരു പദായിക്കാരം ഓല് പറഞ്ഞു എത്താ അത് കുറേ കുട്ടികൾ കുറേ പുതിയ വിഷയമായിട്ട് വന്നിട്ടുണ്ട്, അത് നമ്മുടെ വേണ്ട, അത് നമ്മുടെ പറയണ്ട. അപ്പോൾ അവിടുത്തെ കുറച്ച് പക്വതുള്ളൊരു യുവാവ് വന്നിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനത്തെ മൻഹജ് സലഫ് മറ്റും മറിച്ചോ നിങ്ങൾ എഴുതാൻ പഠിപ്പിക്കൊന്നും വേണ്ട, അത് വായിച്ചാളിയാണ്. വായിച്ച് മുൻഗാമികളുടെ പാത എഴുതി കളിയാണ്.
അവിടെ എഴുതി. ഓ ഭയങ്കര റാഹത്തായി. ഇതിന് മലയാളം എഴുതിയത് സംഗതി മനസ്സിൽ സ്ഥലം പറയുന്ന മുൻഗാമികളുടെ പാത അതന്നെ എഴുതിയിട്ടുള്ളൂ. അപ്പോ ഇത് പഠിക്കരുത് അല്ല പറഞ്ഞതാ. അതിൽപ്പെട്ടതാണ് മന്നാമന ബില്ലാഹി, അല്ലാഹു തആലയിൽ വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിരി, അതുപോലെ മരണത്തിന് ശേഷമുള്ള ഒരു പരലോക ജീവിതമുണ്ട്, ആ ജീവിതത്തെ കൃത്യമായി പഠിക്കുക, വിശ്വസിക്കുക. വൽ മലായികതി വൽ കിതാബി വൻ നബിയീന, അല്ലാഹുവിന്റെ മലായികത്തുകളെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ അമ്പിയാക്കളും മുർസലുകളുമായ നബിമാരും റസൂലുമാരെ കുറിച്ചും പഠിക്കുക. അത് കഴിഞ്ഞാലോ വഅത്തൽ മാല അലാ ഹുബ്ബിഹി വദബിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീന വബ്നുസ് സബീൽ വസായിലീന വഫിർ റിഖാബ്. ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, ഏറ്റവും അടുത്ത കുടുംബങ്ങൾ, കഷ്ടപ്പെടുന്ന അയൽവാസികൾ, വഴിപോക്കന്മാർ, കടം കൊണ്ട് ബുദ്ധിമുട്ടിയവൻ, അനാഥ മക്കൾ, ഇതെല്ലാം നിന്റെ സംരക്ഷണ വലയത്തിൽ അന്ന് നിനക്ക് തന്നവരാ. ഇതിനോടൊക്കെയുള്ള അമാനത്തുകൾ നീ പാലിക്കുക, അവരോടൊക്കെ നീ നല്ല രൂപത്തിൽ വർത്തിക്കുക. അങ്ങനെ എല്ലാ കൃത്യമായ ബാധ്യതകളും നീ നിർവഹിക്കുക. നിർബന്ധമായ സകാത്തും നമസ്കാരവും നീ നിലനിർത്തുക. കരാറുകൾ നീ പാലിക്കുക, അമാനത്തുകൾ നീ കാത്തു സൂക്ഷിക്കുക. പ്രതിസന്ധിയുള്ള, പ്രയാസമുള്ള, ഞെരുക്കമുള്ള സമയങ്ങളിലും നീ വിട്ടുവീഴ്ച ചെയ്യുക, നീ കോപത്തെ ഒതുക്കി വെക്കുക, നീ ക്ഷമ അവലംബിക്കുക. അക്കൂട്ടരാകുന്നു സത്യസന്ധന്മാർ. സത്യം പറഞ്ഞവർ അവരാണ്, യഥാർത്ഥ വിശ്വാസികൾ അവരാണ്. മാത്രമല്ല അവർ തന്നെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരും. അപ്പോ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചെന്നിട്ടുള്ള കാര്യമാണ് മുഅ്മിനീങ്ങളെ ഇത്. അതുകൊണ്ട് നമ്മൾ ഈ അഖീദയിൽ മനസ്സിലാക്കേണ്ടത് മരണത്തിന് ശേഷമുള്ള ജീവിതം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസം, അതേപോലെ തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല സമൂഹമായി കൊണ്ടാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അതാണ്. ഒരു സ്വഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, താങ്കൾ എനിക്കൊരു നല്ല ഉപദേശം നൽകണം, നല്ലൊരു ഉപദേശം എനിക്ക് നൽകണം. ആ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളത്ത് പോയിട്ട് എനിക്കത് പൂർണ്ണമായില്ല, നിങ്ങൾ ഒരു ഉപദേശം തരികയെന്ന് പറയേണ്ടതില്ലാത്ത വിധം പൂർണ്ണമായി എനിക്കൊരു ഉപദേശം നൽകണം. എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഒന്നായിട്ട് 1-ാം ക്ലാസ് എടുത്തു കൊടുത്തോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ വാചകങ്ങൾ കൊണ്ട് വലിയ ആശയങ്ങൾ, അക്ഷരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അല്ലാഹു തആല വഹയിലൂടെ നൽകുന്ന എഴുത്ത് വായന പോലും അറിയാത്ത നിരക്ഷരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എഴുത്തും അറിയില്ല, വായിക്കാനും അറിയില്ല, അറബി എഴുതാനും അറിയില്ല, അറബി എഴുതിയൊരു കിതാബ് എടുത്ത് വായിക്കാനും അറിയില്ല. ഇന്ന് പല ആളുകളെ പറ്റിയും പറയലെന്താ, ഓനൊന്നും അറബി കോളേജിൽ പോയിട്ടില്ല, ഓനൊന്നും കിതാബ് ഓതിയിട്ടില്ല, ഓനൊക്കെ പടങ്ങനെ എക്കറ്റെടുത്തിൻ്റെ ആളാണ്, ഓൻ്റെ കുത്തുബി, ഓൻ്റെ ക്ലാസ്സും, ഓൻ്റെ വാക്കും, അല്ലെങ്കിൽ ഓൻ്റെ മതപ്രവം അതൊന്നും ഞങ്ങൾ കേൾക്കൂല. അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്. കിബ്ർ എന്ന് പറഞ്ഞാൽ സത്യത്തെ തള്ളും, പറഞ്ഞവനെ ചെറുതാക്കി കാണും. ആളെ നോക്കണ്ട, കോള് നോക്കി എന്ന് പണ്ട് നമ്മൾ പറയല്ലോ. അലി ബിൻ അബീ ത്വാലിബ് എന്ന് പറഞ്ഞ വാക്കാണത്. ആളെ നോക്കണ്ട, കോള് നോക്കി. അതിൻ്റെ അർത്ഥം ആളെ തീരെ നോക്കണ്ട എന്നല്ല. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഒരു റസൂലാണ്, നബിയാണ്, അഷ്റഫുൽ ഖൽഖാണ്. അത് എഴുത്തും അറിയില്ല, വായനയും അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖയിൽ വെച്ചുകൊണ്ട് പിടിച്ചങ്ങ് ഞെരുക്കി, ഇഖ്റ യാ മുഹമ്മദ്, വായിക്കു മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ മാ അന ഖാരി, ഞാൻ വായിക്കുന്നവനല്ല. റസൂലുള്ളാഹി പറഞ്ഞതാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലൂടെയാണ് ഒരു മാലയിൽ നിന്ന് അതിൻ്റെ നൂല് പൊട്ടിയാൽ മുണിമത്തുകൾ താഴെ വീഴുന്നത് പോലെ അക്ഷര സ്ഫുടതയുള്ള, സാഹിത്യ സമ്പുഷ്ടമായ, ആശയ സമ്പുഷ്ടമായ വിസ്ഫോടനങ്ങൾ ഹൃദയങ്ങളിൽ മാറ്റൊലി ഉണ്ടാക്കുന്ന അറബി വാചകങ്ങൾ, ഹദീസുകൾ വന്നിട്ടുള്ളത്. ഈ സ്വഹാബിയുടെ ചോദ്യത്തിന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ മറുപടി ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം. ഖുൽ നീ പറഞ്ഞു ആമൻതു ബില്ലാഹി ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. സുമ്മസ്തഖിം നേരെ ചൊവ്വയാണ് ജീവിച്ചാവാ മതി. നീ വേറെ ഒടിഞ്ഞു പോയോ ഉപദേശം തേടണം. വിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമായി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്കതാ പഠിപ്പിച്ചു തരികയാണ്. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് 30, 30, 31, 32, 33 ആയത്തുകളിലുള്ള അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഖുൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഒരു കൂട്ടര് അവരാരാണ്? ഇന്നല്ലദീന ആമനൂ അവർ അല്ലാഹു തആലയിൽ വിശ്വസിച്ചവരാണ്, റസൂലിൽ വിശ്വസിച്ചവരാണ്, അതുപോലെ പരലോകത്ത് വിശ്വസിച്ചവരാണ്. ഇന്നല്ലദീന ആമനൂ ബില്ലാഹി ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഇന്നല്ലദീന അവരാരാണ്? ഖാലൂ റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞവരാണ്. ഇങ്ങനെ പറയാൻ നമുക്ക് ധൈര്യമുണ്ടാകണം, ഈമാനുണ്ടാകണം. അവിടെ നമ്മുടെ വാപ്പാനെ, ഉമ്മാനെ, ജ്യേഷ്ഠനെ, അഞ്ചനെ, കുടുംബക്കാരെ, നാട്ടുകാരെ, നമ്മുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന നമ്മുടെ പാർട്ട്ണറെ ഒന്നും ആ വിഷയത്തിൽ നമുക്ക് ഭയപ്പെടാൻ പാടില്ല. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട സഹജീവികളാണ്. അവരോടെല്ലാം നല്ല രീതിയിൽ പെരുമാറണം, സഹവർത്തിക്കണം, ഇടപാടുകൾ ക്ലിയർ ആക്കണം. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ആശയത്തിന്റെ കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ കലീമുല്ലാഹി കലീമുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട്, രാജാവിനോട്, നാട്ടുകാരോട് പറഞ്ഞില്ലേ എന്ന് ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദാ. അല്ലാഹു അവൻ ഏകനാണ്. ആ ഏകനായ റബ്ബിന്റെ അസ്തിത്വത്തെ, അവന്റെ എല്ലാ സിഫാത്തുകളെയും, ആ തൗഹീദിന്റെ പരമകാഷ്ഠ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നത് വരെ ഞാനും നിങ്ങളും ആ വിഷയത്തിൽ ആദർശവൈരികളാണ്. ബറാഅത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, അതിന്റെ അർത്ഥം നമ്മൾ മറ്റോനെ കാഫിർ, പിന്നെ ഖുറാഫി, പിന്നെ പേച്ചോനെ നരകത്തിൽ ഒരു അങ്ങനെ പറയണമെന്നല്ല ഈ പറഞ്ഞത്. ബറാഅത്ത് പ്രഖ്യാപിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അവരാരാണ്? ഖാലൂ ഹസ് റബ്ബുന ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവരാണ്. സുമ്മസ്തഖാമൂ എന്നിട്ട് നേരെ ചൊവ്വേ ജീവിക്കുന്നവരുമാണ്. അങ്ങനെ തയ്യാറായാൽ തതനസ്സലു അലൈഹിമുൽ മലായികത അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അവൻ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് അല്ലാഹുവിലേക്ക് യാത്ര പോകുന്ന ആ മരണത്തിന്റെ മൂർധന്യ ദശയിൽ ആ മലക്കുകൾ വന്നുകൊണ്ട് പറയും. ഏതാണ് ആ മലക്കുകൾ? വെളുത്ത മുഖമുള്ള മലക്കുകളാണ്. സൂര്യനെ പോലെ പ്രഭചൊരിയുന്ന മലക്കുകളാണ്. അങ്ങേറ്റ സൗന്ദര്യവാന്മാരായ മലക്കുകളാണ്. സ്വർഗത്തിൽ കൊണ്ടുവന്ന നല്ല ഒരു പുടവ അവരുടെ കയ്യിലുണ്ട്. സ്വർഗത്തിൽ കൊണ്ടുവന്ന സുഗന്ധദ്രവ്യം അവരുടെ കയ്യിലുണ്ട്. അപ്പൊ സ്വർഗത്ത് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യവും നല്ല സുഗന്ധത്താൽ പൊതിഞ്ഞ ഒരു പട്ടുടവയും ആത്മാവിനെ പൊതിയാൻ വേണ്ടി വിശ്വാസി അരികിൽ വന്ന് മലക്കുകൾ, സൗന്ദര്യവാന്മാരുടെ മലക്കുകൾ വരും. ആ മലക്കുകളാണ് തതനസ്സലു അലൈഹിമുൽ മലായിക. അവന്റെ അരികിലേക്ക് ഇറങ്ങി വരും, അവന്റെ തലഭാഗത്തിരിക്കും. എന്നിട്ട് അവനോട് പറയുമെന്ന്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനം നിറഞ്ഞ മുഅ്മിനേ, നിർഭയത്വമുള്ള വിശ്വാസിയെ, സകല ബാധ്യതകളും തീർത്ത വിശ്വാസിയെ, ഇർജിഇ നീ മടങ്ങിക്കോളൂ, ഇലാ മഅഫറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. അല്ലാഹു തആല ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക്, അവന്റെ തൃപ്തിയിലേക്ക് നീ മടങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല തഖ്റുജു കമാ തഖ്റുജുൽ ഖത്രതു മിൻ ഫീഹി സഖാഉ ഫയഖുദുഹാ. ഒരു പൂജയിൽ നിന്ന് വെള്ളം താഴേക്ക് കമഴ്ത്തിയാൽ ആ വെള്ളം ഒഴുക്കിൽ തടസ്സമില്ലാതെ ഒഴുകി വരുന്ന പോലെ ഈ വിശ്വാസിയുടെ ഈമാൻ, ഈ വിശ്വാസിയുടെ ആത്മാവ് മലക്കുകളുടെ കൈകളിലേക്ക് അങ്ങോട്ടെത്തും. അവരതിൽ പൊതിഞ്ഞ് സുഗന്ധം പൂശി കൊണ്ടുപോയി അല്ലിയൂൻ എന്ന സ്വർഗാവകാശികളുടെ ലിസ്റ്റിൽ പേര് എഴുതി ചേർക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വലാ തഖാഫൂ വലാ തഹ്സനൂ. അവരൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല, അവരൊരിക്കലും തന്നെ ദുഃഖിക്കേണ്ടി വരില്ല. ഫഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തദ് ദുനിയ.
ആ മലക്കുകളവരോട് പറയാണെന്ന്, നഹ്നു ഔലിയാഉകും, ഞങ്ങളാണ് നിന്റെ കൂട്ടുകാര്, ഫിൽ ഹയാത്ത ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിൽ ഞങ്ങൾ തന്നെയാണ് നിനക്കുള്ള കൂട്ടുകാര്, ആഖിറത്തിലും ഞങ്ങൾ തന്നെയാണ് നിനക്കുള്ള കൂട്ടുകാര്. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ഊൻ നുസ്ലം മിൻ ഗഫൂരിർ റഹീം. നീ ആഗ്രഹിച്ചതുപോലെ, ഇച്ഛിക്കുന്ന പോലെ വിശിഷ്ടമായ വിഭവസമൃദ്ധമായ മുറിഞ്ഞു പോകാത്ത താല്പര്യങ്ങൾ കൊണ്ട് മനസ്സുകൾ ആഹ്ലാദിക്കുന്ന, ആനന്ദിക്കുന്ന, മുഴുവനും കിട്ടുന്ന സ്വർഗലോകത്തേക്കുള്ള യാത്ര. അത് കിട്ടണമെങ്കിൽ അഹ്ലുസുന്നയുടെ അഖീദ ക്ലിയർ ആകണം, സലഫുസാരികൾ പഠിപ്പിച്ച അഖീദ ക്ലിയർ ആകണം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ കാര്യമാണ് നമ്മൾ ഒന്നാമത്തെ ഖുതുബയിൽ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംശയത്തിനിടമില്ലാത്ത വിധം നമ്മുടെ ഈമാൻ എന്ത് ചെയ്യണം? നമ്മൾ പൂർത്തീകരിക്കണം. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുകയും നേരെ ചൊവ്വെ ജീവിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിനോട് പറഞ്ഞു. ആ സ്വഹാബത്ത് അത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണിൽ കണ്ട പോലെ സ്വർഗത്തിലേക്ക് വേണ്ടി ചാടി ഷഹീദാകാൻ രക്തം, മജ്ജയും, മാംസവും, കുടുംബവും, സ്വത്തും എല്ലാം കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അതാണ് മുഹാജിറുകൾ, അതാണ് അൻസാറുകൾ, അതാണ് നമ്മൾ വികാര നിർബലമായി ഓർക്കുന്ന ബദർ, ഉഹുദ്, ഖൈബർ, ഖന്ദഖ്, അതിലെ എല്ലാ ചരിത്ര സംഭവങ്ങളും ഹംസത്തുൽ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ന ആ ഹസദുല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ സിംഹം, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വാൾ എന്ന് പറയുന്ന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന, ഈമാനിന് രോമാഞ്ചമുണ്ടാക്കുന്ന, ഇന്നലകളുടെ തിന്മകളെ മായ്ച്ച് നന്നാകണമെന്ന് ചിന്തിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തും. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മുടെ ഈമാനിനെ കെട്ടിപ്പടുക്കാനും അഖീദകളെ കൃത്യമാക്കാനും വഴിതെറ്റാതിരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ അൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമ നിർദ്ദേശങ്ങളെയും ജീവിതത്തിലുടനീളം കഴിയുന്നപടി സാധിക്കുന്നത്ര സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തുക എന്ന് എന്നോട് നമുക്ക് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. രണ്ടാം ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മസ്അലത്തുൽ ഫഖ്ഹിയ്യ, ഫഖ്ഹി മസ്അലകൾ, കർമ്മശാസ്ത്ര സംബന്ധമായ മസ്അലകൾ അഖീദ പഠിക്കുന്ന പോലെ തന്നെ നാം പഠിക്കേണ്ട വിഷയമാണ് കർമ്മശാസ്ത്ര മസ്അലകൾ. പലപ്പോഴും സക്കാത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഹജ്ജിനെ പറ്റിയൊന്നും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യൂല, സംശയം ചോദിക്കൂല പണ്ഡിതന്മാരോട്. അതുകൊണ്ടാണ് അത് രണ്ടും പൈസക്ക് ചിലവുള്ള കാര്യമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനക്ക് അവകാശി ആയാലോ, ഹജ്ജിന് പോകാൻ അവകാശിയോ ആയാലോ, സക്കാത്ത് കൊടുക്കേണ്ടവനാണ് നീ എന്ന പണ്ഡിതൻ പറഞ്ഞാലോ കുടുങ്ങിയില്ലേ. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചു തരൂല. നിസ്കാരത്തിനെ പറ്റി, നോമ്പിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യും, നല്ലോണം ആളുകൾ ചോദിക്കും. പക്ഷെ എന്നാലും അധിക ആളുകൾക്കും ഈ തരത്തിലുള്ള കർമ്മശാസ്ത്ര മസാലകളെക്കുറിച്ച് കൂടുതൽ അവഗാഹമില്ല. എന്തുകൊണ്ടാണ്? അത് കുറച്ച് കുഴഞ്ഞു പറഞ്ഞ വിഷയമാണ്. എന്താ മസാല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കെട്ടിമറിയും, കുറേ പിന്നെ ഹലാല്, ഹറാമ്, മക്റൂഹ്, കറാഹത്ത്, അല്ലേ, ജായിസ്, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടായില്ലേ. ഫർള്, സുന്നത്ത്, വസീലത്തുൽ ഇലാ ശിർക്ക്, വസീലത്തുൽ ഇലൽ ഹറാമ്, അങ്ങനെയൊക്കെ പല മസാലകളും കുഴഞ്ഞു കിടക്കുന്നൊരു വിഷയമാണ് കർമ്മശാസ്ത്ര മസാല എന്നുള്ളത്. പക്ഷെ അത് പഠിച്ചേ മതിയാകും. അഖീദ പോലെ പഠിച്ചേ മതിയാകും. അത് രണ്ടും നമ്മുടെ അഖീദയിൽ കൃത്യമായാൽ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ കൊണ്ടിട്ടാലും അൽഹംദുലില്ലാഹ് കേടരൂല. ഇന്ന് വഴിതെറ്റിപ്പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? നമ്മൾ ആരും കുട്ടികൾക്ക് കൃത്യമായ അഖീദയോ തർബിയത്തോ തസ്കിയത്തോ കൊടുക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നാണ്. ആഴ്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജുമാ ഉണ്ടാക്കിയതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഖത്തീബായ ഞാനും കേൾക്കണങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ വരിക, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. കാരണം പെരുന്നാൾ നിസ്കാരം നിർബന്ധമാക്കുകയാണെങ്കിൽ വരും. സുന്നത്താക്കിക്കൊണ്ടാണല്ലോ മുസല്ലയിട്ട് വന്ന് കാത്തിക്കേണ്ടില്ല. 7:05 നിസ്കാരം എന്ന് പറഞ്ഞാൽ 7:15 വരെ കാത്തിക്കണമെന്തിനാ? 8 മണിക്ക് മയ്യ നിസ്കാരം എന്ന് പറഞ്ഞാൽ 8:10 വരെ കാത്തിക്കണമെന്തിനാ? ഓഫലത്താണ്, അശ്രദ്ധനാണ്, തിരക്ക് ഉണ്ട്. ദുനിയാവിന് തിരക്കാണ്, കഴിഞ്ഞിട്ട് പാഞ്ഞു തരികയാണ്. എന്നാൽ അത് വാണാനും അത് വിടാനും പാടില്ല. ആ കോലത്തിലാണ്, അത് പറ്റൂല. ധൃതിപ്പെടണം. അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇലാ മൻ ഹുവ ഫൗകകും ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ മേലുള്ളവരെ നോക്കി, നിങ്ങളെക്കാൾ ഉയർന്ന ദീനുള്ളവരെ നിങ്ങൾ നോക്കി, അപ്പോഴേ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. എന്നെക്കാളും ദീനുള്ളവൻ ആരാന്നാ നോക്കണ്ടേ. വൻദുറു ഇലാ മൻ ഹുവ അസ്ഫല ഫീകും ഫീ ദുനിയാകും, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ താഴെവരിലേക്ക് നോക്കി, നിങ്ങൾക്ക് ഉഷാറാകാൻ പറ്റും. ആ സ്വഹാബത്തും താബിഈങ്ങൾ നല്ലവരൊക്കെ അത് നോക്കി. പിന്നെ പറഞ്ഞല്ലേ ഇവിടെ സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിൽ ഖുലൂബ്, നല്ലൊരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ചീത്ത കാലഘട്ടം വന്നു. ആ കാലഘട്ടമായപ്പോൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരട്ടെടുത്ത ആ അടിവരാണ് മാറ്റി, ആ അളവുകോല് മാറ്റിയിട്ട്, അളവുകോലൊക്കെ മാറ്റിയിട്ട് നബി പറഞ്ഞു നമുക്ക് ശരിയാവില്ല. അപ്പോൾ അളവുകോലാണ് മാറ്റി. അപ്പോൾ നമ്മളെ കോല എന്തായി? നമ്മളെക്കാളും ഉയർന്നവനിലേക്ക് നോക്കി ദുനിയാവിൻ്റെ കാര്യത്തിൽ. നമ്മൾ 5 പള്ളിക്കലുണ്ട്, ചങ്ങായി നിസ്കരിക്കാൻ തന്നെ പോകാത്ത ആളാണ്, ഓനക്കഥ വണ്ടി, കാറ്, വീട്, സൗകര്യം, ഓൻ്റെ കച്ചവടമൊക്കെ പോലം ബർക്കത്ത്. നമ്മളോട് റമദാൻ അവിടെ കെട്ടിമറിയാം, നമ്മളെല്ലാ പരിപാടിക്കും വരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് എങ്ങനെ അല്ലോ മുഖം വാടി മുഷിപ്പ് വന്നു. എന്താ കാരണം ദീനിൻ്റെ കാര്യത്തിൽ നോക്കിയില്ല, ദുനിയാവിൻ്റെ കാര്യത്തിൽ മുകളിലേക്ക് നോക്കി. റസൂലുള്ളാഹി പറഞ്ഞു നേരെ ഓപ്പോസിറ്റ്. ഇനി ദീനിൻ്റെ കാര്യത്തിലാണെങ്കിലോ 3 വക്ത് മാത്രം പള്ളിക്ക് വരുന്ന എടുത്തൽ, 3 വക്തവും വരലുള്ളൂ. ദുഹറിനും അസറിനും മഗ്‌രിബിനും ആയിരിക്കും, ഇശാവുമില്ല, സുബഹിയില്ല. അപ്പോൾ ഓൻ്റെ അടുത്ത് നമ്മളെ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞു ചെന്നാണ്, സഹോദര 3 വക്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഇത് 2 കൂടി തേച്ചാൽ 5 ഫുള്ളാക്കാം, ഒരു ചേലുണ്ടല്ലോ, മട്ടൻ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മറുപടി എന്താ, ഇവിടെ 3 വക്ത് നിസ്കരിച്ചാത്തല്ലേ, 3 നിസ്കരിച്ചാത്ത നിങ്ങൾ ഓലെ പോയി ഒന്നാക്കി. ഞാൻ 3 ഉണ്ടല്ലോ. വെള്ളിയാഴ്ച ഇമാം മെമ്പറിൽ കയറി ഇടത്തെ ഭാഗത്തേക്ക് മിഹ്റാബിന്ന് സലാം വീട്ടുന്ന സമയത്ത് ആണ് ചാടുന്നത്. അപ്പം തന്നെ ചാടുന്ന പലപ്പോഴല്ലോ കേട്ടോ, അങ്ങനെ ചാടുന്ന മനുഷ്യന്മാരുണ്ടാവും. ഓരോട് നമ്മൾ പറയണത് ജുമാക്ക് വരുന്നുണ്ട്, ബാക്കി ഒത്തുകൂടി ബാ സഹോദര. ഓൻ്റെ മറുപടി ഇവിടെ ജുമാക്ക് വരാത്തവരില്ലേ, നമ്മൾ ഓരോ പോയി നന്നാക്കി. അപ്പോൾ വല്ല ആശ്വാസം, ഞാൻ ജുമാക്കിന് വരുന്നുണ്ടല്ലോ. ഇതാണ് വരെ മാറ്റി വെച്ചാൽ അവസ്ഥ. ഈ അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വിഷയത്തിലും, ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ സീറോയായി മാറും സഹോദരങ്ങൾ, സീറോയായി മാറും. അതുകൊണ്ട് പഠിക്കൽ നിർബന്ധമായതുകൊണ്ട് ഇന്നൊരൊറ്റ കാര്യം മാത്രം ഞാൻ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വിഷയം മാത്രം ഞാൻ എന്ത് ചെയ്യാണ് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹിൽ ഇൽമി സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ദീനിനെ കുറിച്ചുള്ള അറിവ് നുകരാൻ ഒരാൾ ഒരു കാലെടുത്തു വെച്ചാൽ അവൻ്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെ അള്ളാഹു എളുപ്പമാക്കി തരും. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം വേണോ? ഒരല്പം പഠിച്ചേ മതിയാവും. പ്രായം കഴിഞ്ഞു, നമ്മൾക്ക് എന്ത് പഠിക്കാനാണ്? വിശ്വാസങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തൊക്കെ 45-50 കഴിഞ്ഞിട്ട് ഖുർആൻ പഠിക്കായിരുന്നത്. അപ്പോൾ QHLS പോലെയുള്ള ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്ന സംരംഭങ്ങൾ അല്ലേ, കുട്ടികൾക്കാണെങ്കിലും പിന്നെ പലതരത്തിലുള്ള സംരംഭങ്ങൾ, ഇതെല്ലാം മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ നിലനിൽക്കേണ്ടതാണ്. പലതും നിലനിൽക്കുന്നു, പക്ഷെ വേണ്ടത്ര സാന്നിധ്യമില്ല. വാപ്പാര് വരാനില്ല. ഒരു ഖുർആൻ ക്ലാസ് വിളിച്ചാൽ മേസനായിൻ്റെ തൊള്ളിക്ക് നോക്കിയാൽ 4 ആളുണ്ടാവും, അവിടെയും പടി. എൻ്റെ സജീവമായി വരാത്ത അതേ സംഗതി ഒരു സൽക്കാരത്തിന് പരിപാടിക്ക് വിളിച്ചോട്ടി അവിടെ നിറഞ്ഞു. കുട്ടികളെ കൊണ്ടുവരാൻ താല്പര്യമില്ല, വേറെ പരിപാടിക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു. സ്ത്രീകൾ, ഭാര്യമാർ, റസൂലുള്ളാഹിയുടെ കാലത്ത് കുടുംബം മൊത്തം ദീനു വേണ്ടി ഖിദ്മത്ത് ചെയ്തിരുന്നവരാണ്, പഠിച്ചവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് പണ്ഡിതയാണ് മുസ്ലിം ലോകത്ത്. അതുകൊണ്ട് നമ്മൾ ഇൽമിനെ എന്ത് ചെയ്യുക, സ്നേഹിക്കുക, ശർഈയായ ഇൽമിനെ സ്നേഹിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത 2ാം ഖുത്ബ മുതൽ ഫിഖഹിയായ മസാലകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നും അങ്ങനെ ഒരു 10 മിനിറ്റ് പിന്നെ സമയമെടുത്തുകൊണ്ട് നമ്മുടെ 2ാം ഖുത്ബയ്ക്ക് ശേഷം ആ രൂപത്തിൽ ആയിരിക്കും, അല്ല 1ാം ഖുത്ബയ്ക്ക് ശേഷമുള്ള അവസാന ഖുത്ബയിൽ അങ്ങനെ ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും ഉസൂലും മൻഹജും സലഫ് സ്വാലിഹുകളായ സ്വഹാബത്ത് നിലനിർത്തിയതുപോലെ, താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളും നിലനിർത്തിയതുപോലെ, മഹാന്മാരായ അഹ്ലുസുന്നയുടെ 4 ഇമാമിയങ്ങൾ നിലനിർത്തിയതുപോലെ നിലനിർത്താനുള്ള തൗഫീഖിനെ അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. وصلى الله وسلم تسليما كثيرا. أقم الصلاة.
الله